നോക്കി എത്ര ഈസി ആയിട്ട് നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സാറിന് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇട്ടേച്ച് ഓടുക ചെയ്യുന്നത്. നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാം. കൈകൊണ്ട് ഒരു വിരലുകൊണ്ട് കെടുത്തി നിങ്ങൾ കണ്ടു. അതുപോലെ ആ തുണി ഇച്ചിരി വലിയ തീയാണെങ്കിൽ നമുക്ക് ആ ഒരു പുതപ്പ് കൊണ്ട് നനച്ചിട്ട് മൂടുക. അവിടെ കെട്ടു തീ. അല്പം ഫ്ലെയിം കൊണ്ട് ഒന്ന് അടിച്ചെടുത്താൽ കൈ പൊള്ളില്ല. അതുമല്ലെങ്കിൽ ഇല്ല അതുപോലത്തെ ബക്കറ്റ് ഉണ്ട്, ബക്കറ്റ് എടുത്ത് പെട്ടെന്ന് കമത്തിയാലും അവിടെ തീയിടും. നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സംഭവിക്കുന്ന എന്താ, തീ കത്തിയ ഉടനെ ഇട്ടേച്ച് ഓടും, അത് വന്ന് നമ്മുടെ വീട് കത്തും, അവസാനം ഒന്നും പറ്റാത്ത കണ്ടീഷൻ ആവും. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ എങ്ങനെ അടിച്ചാലും അല്പം താമസം വരും. നിങ്ങളുടെ വീടിന്റെ ദൂരം അനുസരിച്ച് നോക്കി എത്ര ഈസി ആയിട്ട് കെട്ടാൻ പറ്റും നോക്കി. പേടിക്കാതിരിക്കുക, ആ കുറ്റിയോട് ചേർന്ന് നിൽക്കുക. ചേർന്ന് നിന്ന് വലത്തേക്ക് കൊണ്ട് ആദ്യം ചുറ്റുക, ഒന്നടിച്ചേക്കുക. ഇപ്പൊ അവിടെ സ്പീഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. അവിടെ എയറിന്റെ സർക്കുലേഷൻ നീങ്ങും. ഓക്സിജൻ ഇല്ലാതെ വന്ന് തീയിടുക ചെയ്യുന്നത്. എത്ര ഈസി ആയിട്ട് ഉടൻ തന്നെ ആ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറ്റി ഓഫ് ചെയ്തേക്കാം. നിസ്സാരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്ന കാര്യമുള്ളൂ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് വീട്ടമ്മമാർ പഠിച്ചിരിക്കുക. ഒരു വലിയൊരു ദുരന്തത്തിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ചെയ്തു നോക്കുന്നോ? ഒരിക്കൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ അപകടം ഉണ്ടായാൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അന്നേരം പേടിയായിരിക്കും. ഒന്ന് ശ്രമിച്ചു നോക്ക്. ഫയർഫോഴ്സുകാരല്ലേ വിളിക്കുന്നേ. എന്തിനും നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.